എല്ലാവർക്കും ഒരു വർഷത്തിന് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഞാൻ ഒരു വർഷത്തിന് ശേഷം ഈ ഒരു വീഡിയോ ഇടാൻ കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് ഒരാഴ്ചയായിട്ട് നല്ല പനിയും കാര്യങ്ങളുമാണ്. അതെൻ്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പം കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഒരു കയറി വന്ന ഏജൻസി അവരെന്നോട് പറഞ്ഞു എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫോട്ടോസൊക്കെ എന്തായിരുന്നു അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇടാനെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ ഫോട്ടോസൊന്നും അയച്ചു കൊടുത്തില്ല. കാരണം ഞാനടക്കം ഇപ്പോൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ കുട്ടികളും അതൊക്കെ പ്രൊമോഷനൊക്കെ കണ്ടിട്ടാണ് UK സെറ്റിലാവാമെന്ന് പറഞ്ഞ് കയറി വന്നത്. ഞാൻ നാട്ടിൽ നിന്നപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ജോലിയിൽ സേവ് ചെയ്യുന്നതിൻ്റെ 1% പോലും ഈ UK വന്നിട്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസും ജോബും ഒക്കെയാണ്. സോ ഞാൻ എൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ എന്നുള്ള ഒരാൾ അക്കരപ്പച്ച കണ്ടിട്ടാണ് ഇവിടെ കയറി വന്നത്. ഇവിടെ വന്നാൽ സെറ്റിലാവും, സ്വന്തം കാര്യം നിൽക്കാൻ പറ്റും, കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു മലയാളി കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഞാനും ആഗ്രഹിച്ച് കയറി വന്നത്. അപ്പം ഇവിടെ വന്നിട്ട് എല്ലാവരും ഇടുന്ന ഇവിടുത്തെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ചുരുക്കം ആരും അങ്ങനെ നെഗറ്റീവ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നെഗറ്റീവ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഇട്ടുകൂടാ? അതുകൊണ്ട് ആരെങ്കിലും ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതിടുന്നത്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ഫാമിലീസോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ ആരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ കയറി വന്നാൽ നല്ല സ്ട്രഗ്ലിങ്ങാണ്. ഞാനടക്കം കുറേ ആൾക്കാർ ഇപ്പോഴും ജോലിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. MBA പഠിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നുള്ള ഒരു പേരല്ലാതെ ഇവിടെ എല്ലാവരും ചെയ്യുന്നതിൻ്റെ കൂടെ കെയർ ജോബ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ജോബ് ഇവിടെ കിട്ടാൻ വളരെ ടഫാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്താലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, UK എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പൊതുവേ നടന്നു പോകുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു. ഒരു ചായയോ ഒരു കഞ്ഞിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം സിക്കടിച്ച് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വയ്യായികയായിട്ട് നമ്മൾ ഉണ്ടാക്കണം. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് വയ്യായിക വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ 3 നേരം ചായ ഇട്ടുകൊണ്ട് തരിക, കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ട് തരുമൊക്കെ. നമുക്ക് അതൊക്കെ എന്ത് ഹീലിംഗ് ആണെന്നറിയാമോ? ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സൊക്കെ വന്ന് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകേണ്ട അവസ്ഥ വരെ നമുക്കിവിടെ വന്നാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സപ്പോർട്ടിന് ഫാമിലീസോ അല്ലെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. അല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. പൊതുവേ ഇപ്പോഴും ഇൻടേക്ക് വരുക, അടുത്ത ഇൻടേക്കിന് വേണ്ടിയിട്ടാണ് അവരെൻ്റെ ഫോട്ടോസ് ചോദിച്ചത്. ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ കൊടുത്ത് ഇനി വേറൊരാൾ അത് കണ്ടിട്ട് കയറി വന്നാൽ ശരിയല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന സ്ട്രഗിൾ ചെയ്യാം, ഏതൊരു സിറ്റുവേഷനും തരണം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കയറി വന്നാൽ മതി. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടും, പഠിക്കുന്ന ജോബ് കിട്ടും, നാട്ടിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ വന്ന ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നാൽ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്താണോ ഒരു ഫ്ലോയിൽ പോകുന്നത് അതോടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റും. ഞാനടക്കം കുറേ പേര് ഇതേപോലെ UK ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന വീഡിയോസും പ്രൊമോഷനും ഒക്കെ കണ്ടിട്ട് UK വന്ന് ഇങ്ങനെയൊക്കെ സെറ്റിൽ ആവാമെന്ന് വിചാരിച്ചാണ് കയറി വന്നത്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. അവരുടെ ലൈഫ് വേറെ. കാരണം അവരിത്തിരി ഫേമസ് ആയതുകൊണ്ട് അവർക്ക് പ്രൊമോഷനും വീഡിയോസൊക്കെ ഇടാനും കുറേ അഡ്വർടൈസ്മെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. അവരുടെ ഡെയിലി റുട്ടീനൊക്കെ നടന്നു പോകും. നമുക്കങ്ങനെയല്ല. നമുക്ക് 1 രൂപ കിട്ടിയ ഭാഗ്യം. അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. പറയണമെന്ന് തോന്നി. കാരണം ഇതൊക്കെ പച്ചയായിട്ടുള്ള അവസ്ഥയാണ്. എന്നെ പണ്ടൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതിയെന്ന്. എൻ്റെ വീട്ടുകാരെന്നെ ഇപ്പോഴും കളിയാക്കാം, അബ്രോഡ് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട്. മാമിയൊക്കെ എന്നെ എപ്പോഴും വിളി, ഹലോ അബ്രോഡ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വന്ന് നമ്മളൊന്ന് ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട് എന്ത് സ്വർഗ്ഗമായിരുന്നെന്ന്. നാട്ടിലൊരു 15,000 രൂപയാണെങ്കിൽ പോലും അത് നമുക്ക് സേവിങ്സാണ്. ഇവിടെ നമുക്കിപ്പോൾ 1 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാലും ടാക്സ്, റെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വല്ലതും മിച്ചം വന്നു എന്ന് ഞാൻ പറയുന്നു. സോ എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇനിയും കയറി വരുന്നവർ സ്വയം ഒന്നുകൂടെ റീതിങ്ക് ചെയ്തിട്ട് കയറി വാ. ഇതാണ് UK എന്നല്ല, പുറത്തോട്ട് പോകുന്ന എല്ലാവരുടെയും പച്ചയായിട്ടുള്ള ജീവിതം ഇതാണ്. ഇവിടെ സെൽഫായിട്ട് നമുക്ക് എന്തും തരണം ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.